നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ജെഫറി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഉണ്ടല്ലോ, ഇന്നത്തെ വീഡിയോ നമ്മൾ എടുക്കുന്നത്, അതായത് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന കേട്ടോ, പപ്പേൻ്റെയും മമ്മീൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ കുറേ നാളായി നമ്മളോട് ഇപ്പോൾ ഇവിടുത്തെ വീഡിയോ ഒക്കെ എന്താ കാണിക്കാത്തതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ വന്ന സ്ഥിതിക്ക് ഇവിടെ കുറച്ച് പൂക്കളും ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ പൂക്കളൊക്കെ ഒന്ന് കണ്ടുവച്ച് പോകാം അല്ലേ. അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല നല്ല പൂക്കളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ടും കാണുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നതാണ് കേട്ടോ നമ്മുടെ ഡിസംബർ ലേഡി. ഇതൊരു ഡിസംബർ മാസം ആകുമ്പോഴേക്കും ഇതിൻ്റെ ഈ ഒരു ലീഫെല്ലാം ഇതുപോലെ നല്ല വെള്ള കളറിൽ വരും കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഒരു ഏകദേശം ഒരു ഫെബ്രുവരി മാസം വരെയൊക്കെ ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെ തന്നെ നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. ഇനി അടുത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ പോയിൻസിറ്റിയ. നോക്കിയേ എന്ത് ഭംഗിയാണെന്നറിയോ. ഇത് ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ വലിയൊരു മരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മുറ്റത്തിൻ്റെയൊക്കെ പണിയൊക്കെ ചെയ്തപ്പം ആ ചെടി അങ്ങ് പോയി. ഇപ്പം നമ്മുടെ വീട്ടിൽ ഈ ഒരു പ്ലാന്റ് അങ്ങനെ ഇല്ല കേട്ടോ. പിന്നെ നമ്മളിത് നട്ടുപിടിപ്പിക്കുന്നത് ഇതിൻ്റെ കട്ടിങ്സാണ്. ഇതിൻ്റെ കട്ടിങ്സ് കുത്തിപ്പിടിപ്പിച്ച് നമ്മളിതുപോലെ നട്ടാൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ പൂവുണ്ടാവും കേട്ടോ. ഇനി ഈ കാണുന്നത് നമ്മുടെ പോയിൻസിറ്റിയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ ലീഫ് ഇങ്ങനെയാണ് കേട്ടോ. മറ്റേതിൻ്റെ ലീഫ് ചുരുണ്ടിട്ട് ഇതിങ്ങനെ ഇതേ ഷേപ്പിലാണ് കേട്ടോ. ഇതൊക്കെ നല്ല നാടൻ വെറൈറ്റിയാണ് ഇത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നമ്മളിങ്ങനെ നിലത്താണ് ഇങ്ങനെ നട്ടു കൊടുത്തേക്കണത്. ഇനി ഈ കാണുന്നത് ഇതാണ് നമ്മുടെ പോയിൻസിറ്റേൻ്റെ മറ്റൊരു കളറ്. കണ്ടോ, ഭയങ്കര ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ. എനിക്ക് ഇപ്പോൾ ഈ നമ്മളൊരു 3 കാണിച്ചല്ലോ, അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ചെടി ഇതാണ് കേട്ടോ. ഇതുണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത്, അതായത് ഒരു ഏകദേശം ഒരു നവംബർ മുതൽ ഇതേ രീതിയിൽ ഇതിൻ്റെ ലീഫിൻ്റെ കളർ മാറി വരും. പിന്നീട് ഏകദേശം ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴേക്കും ഇത് വീണ്ടും നമ്മുടെ പഴയ പച്ച ലീഫായിട്ട് മാറും കേട്ടോ. കണ്ടോ, അതാണ് ഈ ചെടീൻ്റെ ഒരു പ്രത്യേകത. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വെൽവെറ്റ് ചീര. ഭയങ്കര ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മുടെ പൂന്താട്ടത്തിൽ ഒരു 1-2 നമ്മൾ ഉൾപ്പെടുത്തുവാണെങ്കിൽ നിറച്ചിങ്ങനെ പൂവിട്ട് നിൽക്കുവേ. ഇത് കണ്ടോ, ഇതിൻ്റെ വിത്തുകളാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നത്. ഇത് ഇതുപോലെ ഇങ്ങനെ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ പറിച്ചെടുത്തിട്ട് ഇത് വീണ്ടും പാകി മുളപ്പിച്ച് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ പുതിയ പുതിയ ചെടികളാക്കി എടുക്കുന്നത്. ഈ കാണുന്ന നമ്മുടെ സീനിയർ പൂക്കൾ, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് വിത്ത് കൊണ്ടുവന്നിട്ട് മമ്മി പാകി മുളപ്പിച്ച് നല്ല ചെടിയാക്കി എടുത്തേക്കണതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നല്ല മൂത്ത് നിൽക്കുന്ന ഈ ഒരു വിത്ത് പാകിയാൽ നമുക്ക് പെട്ടെന്ന് പുതിയ ചെടിയാക്കി എടുക്കാനായിട്ട് പറ്റുമേ. ഇത് നമ്മുടെ സീനിയൻ്റെ തന്നെ ഉണ്ടല്ലോ, ഇങ്ങനെ നല്ല ഒത്തിരി പെറ്റൽസ് വരുന്നൊരു പൂവാണ് കേട്ടോ. നല്ല ഓറഞ്ച് കളറാണേ, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇതാണ് നമ്മുടെ ബന്ദിച്ചെടി. അപ്പം ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ പൂന്തോട്ടത്തിൽ ഇങ്ങനെ നിറച്ച് പൂക്കളൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു ബട്ടൺ റോസാണ്, പക്ഷേ ഇതിൻ്റെ പൂക്കളുടെ കളറൊക്കെ ഫെയ്ഡായിട്ടോ. കണ്ടോ, അതെയല്ല. ഇനി ഈ കാണുന്നതാണ് ഹാങ്ങിങ് പൂപ്പി. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇതുപോലെ ചെറിയ ചെടി കൊണ്ടുവന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്തേക്കണമെന്നാണ് കേട്ടോ. കണ്ടോ, അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ പൂത്ത് നിൽക്കുന്നുണ്ട്. കണ്ടോ, കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നമ്മുടെ ഈ ഹാങ്ങിങ് പൂപ്പിക്ക് ഒരു പ്രത്യേകതയാണ്, എല്ലാ സമയത്തും പൂക്കളായിരിക്കും കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ, അതായത് പപ്പേൻ്റെ മമ്മീൻ്റെ അടുത്ത് നമ്മുടെ ഈ കാക്കബന്ദീൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള പൂ നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, എന്ത് ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ വിത്തുകളുണ്ടല്ലോ, ഇതാ എല്ലാം കുറേ മൊത്തം ഉണങ്ങിയിട്ടൊന്നുമില്ല, ഇതാ കുറേയൊക്കെ വിത്തുകൾ നമുക്ക് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ നല്ലോണം ഉണങ്ങിയ വിത്തുകളാണ് നമ്മളിങ്ങനെ പറിച്ചെടുക്കുന്നത്. ഇതാ കേട്ടോ. എന്നിട്ട് ഇതുപോലത്തെ വിത്താണ് കേട്ടോ നമ്മൾ ഓരോരുത്തർക്കും തരുന്നത്. അപ്പം എല്ലാവരും ഇതുപോലെ വിത്തുകളൊക്കെ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർ നമ്മൾ ഇതുപോലെയുള്ള ഇതാ ചെടിയിൽ ഇതാ ഉണങ്ങി നിൽക്കുന്നത് കണ്ടോ, ഇത് കണ്ടോ, ഇതുപോലെ നല്ല ഉണങ്ങിയ വിത്ത് നോക്കി പറിച്ചെടുത്തിട്ടാണ് തരുന്നത്. അപ്പോൾ എല്ലാവരും പാകി മുളപ്പിക്കുന്ന വീഡിയോയും കൂടെ ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ, എങ്ങനെ ഇത് പാകി മുളപ്പിച്ചെടുക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ നീലക്കൊടുവേലീൻ്റെ ഫ്ലവർ. ഇതുപോലെ കേട്ടോ ഇങ്ങനെ ഉണ്ടാകുള്ളൂ. ഭയങ്കര ഭംഗിയായിട്ടോ കാണാനായിട്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഹാങ്ങിങ് ജെറൈന്. കണ്ടോ, ഈ ഒരു ഹാങ്ങിങ് ജെറൈനൊക്കെ ചെറിയൊരു ഷെയ്ഡിലിടുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിറച്ച് പൂക്കളുണ്ടാകും കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ ഗ്രൗണ്ട് ജെറൈന് നമ്മൾ സാധാരണ നമ്മൾ നിലത്ത് പോട്ടിലൊക്കെ നട്ടിട്ട് അങ്ങനെ പൂവിടുന്നതാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇതാ ഇങ്ങനെ ഇവർ പോട്ടിലാണ്, അതായത് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്തിട്ട് നട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതിൽ പൂട്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് ഗോൾഡൻ ഡാലിയ. ഭയങ്കര ഭംഗിയുള്ള ഫ്ലവറാണ്. അപ്പോൾ ഇതിൽ പൂക്കളൊക്കെ വരാനായിട്ടൊക്കെ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ. അതാ നിറച്ച് കുറേ മുട്ടുകളായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ, ഇതാണ് കേട്ടോ കോറിയോപ്സിസിൻ്റെ പൂവ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കാണാനായിട്ട്. ഇത് പപ്പ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഇതിങ്ങനെ അത്യാവശ്യം നല്ല ഒരു
നിലത്താട്ടോ, പോട്ടിലല്ല, നിലത്ത് നട്ടിട്ട് ഇതിങ്ങനെ ഹൈറ്റ് വെച്ച് പോയി. അപ്പം ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു സപ്പോർട്ടായിട്ട് ചെറിയൊരു കമ്പൊക്കെ കുത്തി കൊടുത്ത് ഇങ്ങനെ നിർത്തിയേക്കാണ് കേട്ടോ. നിറച്ച് പൂവുണ്ട്. ഇതാ ഭയങ്കര ഭംഗിയാണ്. ഇത് കണ്ടോ, ഇതൊക്കെ ഇനിയിപ്പോൾ ഇതിൻ്റെ വിത്തുകളാണ് കേട്ടോ. ഇതാ ഇതിങ്ങനെ മൂത്ത് നിൽക്കുന്നതാണ്. ഇച്ചിരി കൂടെ കഴിയണമെന്ന് മൂത്ത് റെഡിയാകണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ നല്ലോണം മൂത്ത് വരും. ഇതിൻ്റെ വിത്തുകൾ എടുത്തിട്ടാണ് നമ്മൾ വീണ്ടും പാകി മുളപ്പിച്ച് പുതിയ തൈകളാക്കുന്നത്. അപ്പം ഇതുപോലത്തെയൊക്കെ പൂച്ചെടീൻ്റെ വിത്തുകളൊക്കെ വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കണേ. ഈ കാണുന്നത് നമ്മുടെ ലെൻഡാന ചെടിയില്ലേ, അതിൻ്റെ റെഡ് കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. നോക്കിയേ, നിറച്ച് പൂവിട്ട് നിൽക്കുവാണേ. ഇതിൻ്റെയൊക്കെ കമ്പുകളുണ്ടല്ലോ, നമുക്ക് കുത്തിപ്പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുറേ പുതിയ പുതിയ ചെടികളാക്കി എടുക്കാൻ പറ്റുമേ.